76ാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവിസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ, സ്റ്റീഫൻ സാമുവൽ, ഷാരോൺ വർഗീസ്, ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും. സുരേഷ് ബാബു, ഫെയ്ത്ത് ബ്ലസൻ, അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. തിരുവല്ലോമല 8ാം വാർഡിൽ തീണ്ടാപ്പാറ പ്രദേശത്ത് കുടിവെള്ള ടാങ്ക് എടുത്തുമാറ്റിയതിൽ വൻ പ്രതിഷേധം. CPM അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വികസന സെമിനാർ നടക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിച്ചേർന്നു. അവിടെ 4 വർഷം മുമ്പ് സ്ഥാപിച്ച 500,000 ലിറ്റർ ടാങ്ക് പഞ്ചായത്ത് എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് മറ്റ് വികസന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാവപ്പെട്ട 10-28 പട്ടികജാതി കുടുംബങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് ഇതിന്റെ പ്രതിഷേധമായിട്ട് പറയുന്നത്. ആ 5000 ലിറ്റർ ടാങ്ക് ആ തീണ്ടാമ്പാറയിൽ പുനഃസ്ഥാപിക്കാതെ സെമിനാർ നടത്തുകയോ ഉദ്ഘാടന പരിപാടിയോ തുറന്നുള്ളതോ ഒന്നും അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. അതിന്റെ ഉറപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് തരണം. 5000 ലിറ്റർ ടാങ്ക് അവിടെ പുനഃസ്ഥാപിക്കണം. മാത്രമല്ല ആ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഫണ്ട് വകയിരുത്താമെന്ന ഉറപ്പും ഈ സെമിനാർ ഈ വന്ന ജനങ്ങൾക്ക് നൽകണം. ഇതാ പാവപ്പെട്ട തീണ്ടാമ്പാറയിലെ ജനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മള് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ പട്ടക്കാർ കുടിക്കുന്ന വെള്ളത്തിന്റെ ടാങ്ക് പുതിയ പദ്ധതി വേണമെന്നല്ല പറയുന്നത്, പുതിയ ഏതെങ്കിലും വികസനം വേണമെന്നല്ല പറയുന്നത്. നിലവിൽ 4 വർഷക്കാലം അവിടെ സ്ഥാപിച്ച ആ ടാങ്ക് ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ വൈര്യത്തിന്റെ ഭാഗമായി ടാങ്ക് എടുത്തു കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് എന്ത് രീതിയുടെ ഭാഗമായിട്ടാണ്? അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. ആ തീരുമാനം ഈ സെമിനാർ മുമ്പാകെ തന്നെ തരണം എന്ന് പറയുകയാണ്. മുദ്രാവാക്യ വിളികളുമായി എത്തിയ സംഘത്തിൽ തീണ്ടാപ്പാറ പ്രദേശവാസികളും പങ്കെടുത്തിരുന്നു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണം വികസന സെമിനാർ വേദിയായ ആനമല ഹോം സ്റ്റേയിലേക്കാണ് ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പുള്ള അധ്യക്ഷ പ്രസംഗത്തിനിടെ പ്രതിഷേധമുണ്ടായത്. അവിടുത്തെ എന്താണ് ആവശ്യക്കാർ നിലവിലൊരു കുടിവെള്ള പദ്ധതി ഒരു ടാങ്ക് ഉണ്ട്, പക്ഷേ ടാങ്ക് വേണം പറഞ്ഞത് നമ്മൾ വെച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. നമുക്ക് അവർക്ക് എന്താണ് ആവശ്യം ചെയ്തു കൊടുക്കുന്നത് ഞാനത് കൊണ്ടുപോകുമ്പോ പഞ്ചായത്തിനൊരു വിശദീകരണമില്ല, പഞ്ചായത്തിന് പറയലൊന്നുമില്ല. ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കണ്ടേ? അവിടെ വെച്ചൊരു സാധനമല്ലേ, അത് എടുത്തു കൊണ്ടുപോകാൻ പാടും. അതില്ലെങ്കിൽ ഫണ്ട് വെക്കുക എന്നുള്ളതല്ലേ ചെയ്യാം. അപ്പോഴേ ഒരു കാര്യമുണ്ട്, പ്രസിഡന്റ് വികസന സെമിനാർ അത് തടസ്സം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഒരു വാർഷിക പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വികസന സെമിനാർ. അതുകൊണ്ട് അതിന് തടസ്സം ചെയ്യുന്ന പ്രശ്നം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുക. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ടാങ്ക് പുനഃസ്ഥാപിക്കുമെന്നും ആവശ്യമായ പദ്ധതിക്കുള്ള പണം വകയിരുത്തുമെന്ന് പറഞ്ഞ ഉറപ്പിൽ ഈ സമരം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്നാൽ നാളെ മുതലുള്ള ദിവസങ്ങൾ അതിസങ്കീർണമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിന്റെ തുടർച്ച അവിടെ ഉണ്ടാകണം. അല്ലാത്ത പക്ഷം തുടർന്നുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളറിയാതെയാണ് ജനപ്രതിനിധിയായ ഞാൻ, ആ വാർഡിലെ ജനപ്രതിനിധിയായ ഞാനോ ഭരണസമിതിയോ ആരും അറിയാതെയാണ്
ടാങ്ക് അവിടുന്ന് കൊണ്ടുപോയത്. 2 ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് രാവിലെ ആ ടാങ്ക് കൊണ്ടുപോയി ഇവിടെ കാണാനില്ലേ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയുന്നത് ടാങ്ക് അവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന്. അത് ആരായാലും ഞാൻ അറിഞ്ഞാലും അറിയില്ലാത്ത അല്ല, ഞാൻ പറയാം, അത് വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ്. ടാങ്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്യും, അവർക്കൊരു പദ്ധതി വെക്കുകയും ചെയ്യും. അത് വെച്ചിട്ടുണ്ട്. അല്ല, പുതിയ ടാങ്ക് അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു വിഷയമില്ല, പദ്ധതി വെച്ചിട്ടുണ്ട്, അത് ചെയ്യും. അല്ല, അത് ഞാൻ എന്റെ തീരുമാനത്തും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവര് അവകാശങ്ങൾ സംരക്ഷിക്കുന്നു തന്നെ ഞാൻ പറയുന്നത്. അത് നമ്മളറിയാതെ ചെയ്തു പോയ കാര്യമാണ്. അത് നമ്മളെ കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നമ്മളൊരു പദ്ധതി അതിനെ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് പദ്ധതി വെച്ച് നമ്മളത് പുനഃസ്ഥാപിക്കും. അത് അല്ല, അത് തന്നെ ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് മൈക്കൂടെ പറഞ്ഞത്. പിന്നെ അറിയാത്ത കാര്യം തന്നെ അറിയില്ലാതെ പറഞ്ഞെന്ന് മാത്രം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനിടയിലാണ് പ്രതിഷേധം ഇരച്ചുകയറിയത്. ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന KP ഉമാശങ്കറിന്റെ നേതൃത്വത്തിൽ വന്നെത്തിയ പ്രവർത്തകരും അംഗങ്ങളും വികസന സെമിനാർ വേദിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വാട്ടർ ടാങ്ക് സ്ഥലത്ത് തിരിച്ചെത്തിക്കണമെന്ന പ്രതിഷേധക്കാരുടെ ആവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.